ഇന്ന് ഓണമല്ലേ, അപ്പോൾ നമുക്കൊരു ഗോതമ്പ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് പായസത്തിന് ഞാനൊരു 1/4 കിലോ ഗോതമ്പാട്ടെടുത്തന്നെ. സൂചി ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്, പിന്നെ ശർക്കര അതവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/4 കിലോ സൂചി ഗോതമ്പാണെങ്കിൽ നമ്മൾ 1/2 കിലോ ശർക്കര ചേർക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് കണക്ക്. ഒരു 3 തേങ്ങയുടെ എന്താ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അങ്ങനെ എല്ലാം കൂടെ കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3-ാം പാല് ചേർത്ത് സൂചി ഗോതമ്പ് വേവിക്കാൻ വയ്ക്കാം. നമുക്കിപ്പോൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. അങ്ങനെ ഗോതമ്പ് വെന്ത് വന്നു. കുക്കറിലൊരു സ്റ്റീം അടിച്ചായിരുന്നു കേട്ടോ. ഇതിനുള്ളിലേക്ക് ഇട്ടു. പിന്നെ അടുത്ത് ചേർക്കേണ്ടത് ശർക്കര ഉരുക്കിയത് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/4 കിലോയ്ക്ക് 1/2 കിലോ ശർക്കര. ഇതൊന്ന് പറ്റി ഇങ്ങനെ വരണ്ട് വരുമ്പോൾ ഞാൻ അതിനെ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ തേങ്ങാക്കൊത്തൊക്കെ കൂടെ ഞാൻ നെയ്യിൽ മൂപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നെയ്യും കൂടെ ഒഴിക്കും. എന്നിട്ടൊന്ന് വരണ്ട് വരട്ടെ കേട്ടോ. വരണ്ട് വന്നിട്ട് വേണം 2-ാം പാൽ ഒഴിക്കാൻ. 2-ാം പാൽ ഒഴിച്ച് പറ്റിയിട്ട് വേണം 1-ാം പാൽ ഒഴിക്കാൻ. കുറേ പ്രോസസ്സിങ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ശർക്കര പായസങ്ങൾക്ക്. അങ്ങനത് ഇങ്ങനെ വരണ്ട് വന്നു കേട്ടോ. അപ്പം ഇനി 2-ാം പാൽ ഒഴിക്കാൻ പോകും. 2-ാം പാൽ ഒഴിച്ച് ആ പാലും കുറച്ചങ്ങ് പറ്റട്ടെ. പറ്റിയിട്ട് വേണം 1-ാം പാൽ ഒഴിക്കാൻ. പണ്ടൊക്കെ അടുപ്പത്താണെങ്കിൽ ഇത് വേഗമാവും. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അത് ഞാൻ നേരത്തെ ഇടും. എന്താണെന്നറിയാമോ? നേരത്തെ ഇങ്ങനെ ഇതിനകത്ത് കിടന്നാൽ ഇതിനകത്ത് ഇങ്ങനെ വീർത്ത് വരും. പിന്നെ അവസാനമല്ലായിരുന്നു, ആദ്യമേ ഇടും. ഞാൻ 1-ാം പാൽ ചേർക്കുമ്പോഴേ എല്ലാവരും ഉണ്ട്. ഞാൻ 2-ാം പാൽ ചേർക്കുമ്പോഴേ ഇത് ചേർത്ത് ഇതിങ്ങോട്ട് പറ്റി കഴിഞ്ഞിട്ട് 1-ാം പാൽ അങ്ങ് ചേർത്തേ. എൻ്റെ ഒരു രീതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. എനിക്കിതാ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ മുന്തിരിയൊക്കെ ഇങ്ങനെ വീർത്ത് വരും. അങ്ങനെ 1-ാം പാലും ചേർത്ത് ഇങ്ങനെ കുറുകി എന്താ ഈ കണ്ണുള്ള തുകയോ കണ്ണുള്ള പതയോ അങ്ങനെ പറയുന്ന ആൾക്കാർ അത് തെളിഞ്ഞ് വരാനറിയാം. തെളിഞ്ഞ് വന്നു. ഇനി 1-ാം പാൽ ചേർക്കുക. 1-ാം പാൽ ചേർത്താൽ പിന്നെ തിളക്കരുത്. പയ്യൊരു നിരയും പതയും വരുമ്പോൾ ഓഫ് ചെയ്യണം. പിന്നെ അത് ഇരുന്ന് കുറുകിക്കോളും. ഇപ്പോൾ 1-ാം പാലെന്ന് പറഞ്ഞാൽ ഈ മിക്സിയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല പാല് കിട്ടും. നല്ല കുറുകിയ പാല് കിട്ടും. അപ്പോൾ ലാസ്റ്റ് ചേർക്കേണ്ട സാധനം നല്ല ഭംഗിയായിട്ട് ഇനി ചുക്കും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാട്ടോ അത് ചേർക്കാൻ പോവാം. അപ്പോൾ ഇതാ തീ ഓഫ് ചെയ്യാൻ പോവാം. ഇനി ഇതൊന്നും അങ്ങോട്ട് കുറുകിക്കോളും. 1-ാം പാൽ ചേർത്ത ശേഷം ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല. പയ്യെ നരയും പതയൊക്കെ വരുമ്പോൾ ഓഫ് ചെയ്യുക. ആറിയ ശേഷം എടുത്ത് പാത്രങ്ങളിലേക്ക് വയ്ക്കുക. വലിക്കാതെ 2 ദിവസങ്ങളും സുഖമായിട്ട് കഴിക്കും. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.